लो हेलो माइक चेक। ये भाई मलिंगा की तरह बाल करके आए हैं। His name is Lachit Malinga. Please come here, my dear friend. इंडिया तो फिर सेम प्लेस पर गाड़ी आपको वहीं पर छोड़ करके अगले प्लेस पर चली जाएगी. Hey bro, what's up man? മയൊക്കെ നോക്കുന്നുണ്ടല്ലോ, പേടിപ്പിക്കുവാണോ? Me, wife, daughter and son. पति, बच्चा, पत्नी, बिटिया, बेटा बढ़िया और मैं. बेटा. और मैं. അവൻ ഇന്നിപ്പോ എവിടെയും കൊണ്ട് ഇടിച്ചും കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഹലോ ഫ്രണ്ട്സ്, ഞാനപ്പോൾ ദേ ന്യൂഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പെട്ടി എനിക്ക് പോയി കളക്ട് ചെയ്യണം. അത് ഇന്നലെ വന്ന് കിടക്കുന്ന, ഇന്നലെയാണോ ഇന്നാണോ, പക്ഷെ അതിനി പോയി എടുക്കണമെങ്കിൽ ഇച്ചിരി വള്ളിക്കെട്ടാണ്. എന്നിട്ട് ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. 2 ദിവസം ഞാൻ ഇവിടെ ഉണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഡൽഹിയിൽ. ശേഷം വീഡിയോസൊക്കെ ഞാൻ ഡൽഹിയിൽ വീഡിയോ ഇടാം. അത് കഴിഞ്ഞിട്ട് സൺഡേ നേരെ നേപ്പാൾ. ദൈവത്തിനറിയാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എനിക്ക് എന്തൊക്കെയാണ് പറ്റിയെന്നറിയാം. ഈ ഒറ്റ യാത്രയിൽ 2 ദിവസമായി ഞാൻ അവിടുന്ന് UK നിന്ന് ഇറങ്ങിയിട്ട്. ഇതുവരെ എനിക്ക് ഇന്ത്യയിലെത്താൻ പറ്റിയില്ല. ഇവിടെ എന്തായാലും തിരക്കൊക്കെ കുറവായിട്ട് എയർപോർട്ടിൽ. ബഹ്റിനിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ ഗൾഫ് എയർ പോസ്റ്റ് വന്നുകൊണ്ടാണ്. അത് ആ എയർപോർട്ടിൽ ചെന്നപ്പോൾ തന്നെ ഒരുത്തൻ പറയുകയും ചെയ്തു, ഗൾഫ് എയർ ആണോ, സൂപ്പർ ഫ്ലൈറ്റാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ഫ്ലൈറ്റ് സർവീസാണെന്ന് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ബഹ്റിനിലാന്ന് പറഞ്ഞു. അവനത് റെക്കമെൻഡ് ചെയ്തെനിക്ക് അവൻ്റെ കൺട്രിയിലെ ഫ്ലൈറ്റ്. ഞാൻ മൂച്ചി കുത്തിയിരുന്നിട്ട് എൻ്റെ എത്ര രൂപ പോയിന്ന് പറയും, എത്ര ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു, എൻ്റെ അക്കോമഡേഷൻ എല്ലാം. ഇങ്ങനെ നഷ്ടമാണല്ലോ ദൈവമേ. എൻ്റെ പങ്കാളിയാണെങ്കിൽ അവിടെ വന്ന് റൂം എടുത്ത് വെറുതെ ഇരിക്കുക. ദൈവത്തിനറിയാം അതൊക്കെ എന്നാണ് അവിടെ കിടന്ന് കാണിക്കണേ. ഞാനിവിടെ കിടന്ന് കാണിക്കുന്നത്, അവൻ അവിടെ കിടന്ന് കാണിക്കുന്നത്. അല്ല, ഇങ്ങനെയാണ്, മിഡിൽ ഫിംഗറാണ്. ലൈക്ക് യെസ്. എൻ്റെ പാസ്പോർട്ട്, എൻ്റെ ടിക്കറ്റ്, മൈ ഗോഡ്. ദൈവമേ, പാസ്പോർട്ട് അങ്ങനെ തിരിച്ചും പോകാൻ പറ്റില്ല, പണിയും പോവും. ഇതൊക്കെ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ലഗേജുകളായിരിക്കുമോ ഇത് നോർത്ത്. എൻ്റെ ലഗേജ് കിട്ടിയിട്ടോ. ഐ ആം ഹാപ്പി. ടിക്കറ്റ് ബുക്ക് ചെയ്യുക, റൂമിൽ പോയി റെസ്റ്റ് എടുക്കുക, ദാറ്റ്സ് ഇറ്റ്. മാരെ നൈസായിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കണം. ഞാൻ പറ്റിയ ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുക ഓട്ടന്മാരെ. സോ ഐ ആം ഇൻ ദ ദ പിക്കപ്പ് പോയിന്റ്. പിക്കപ്പ് പോയിന്റ്, ദ ഡൽഹി മെട്രോ എയർപോർട്ട് സ്റ്റേഷൻ. Gate number or pillar number? What do you want? What? No, I'm already booked. Yeah, booked. Hello? कोई इंटरव्यू ले रहे हो क्या? Huh? इंटरव्यू ले रहे हो क्या? No. लो हेलो माइक चेक। ये भाई मलिंगा की तरह बाल करके आए हैं। Okay. His name is Lachit Malinga. Please come here, my dear friend. No. He was a YouTuber, my dear friend. All right. Can you show bro. your camera, my dear friend? 9. Yes. 9. Hi, how are you? Okay. So are you 9? 9. Yeah. So I am in the pillar 9. Okay. 220. So 89. I already paid 89. 220. So how should I need to pay? Because I don't need to pay for a bike for 220. Okay. So just cancel yourself and just give me the refund, because I don't want to cancel this because I already paid for 89. Okay. So if you can't make it, it's okay. So I will report then. It's okay. No problem. Just hang up the call. I will report. It's okay, man. I don't want, bro. Just leave me alone, please. Where you from? No. I don't want to follow you. Just leave me alone, please. No, just leave me alone. I don't want. I told you. ചുമ്മാ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഓരോരുത്തന്മാർ വരുന്നു. പണ്ട് ഞങ്ങൾ ഡൽഹി വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ ഉമ്മാർ പിടിച്ചുകൊണ്ട് പോയത് ഞങ്ങളെ ഒരു കാരണവശാൽ ഒരു 5-6 വളഞ്ഞ് ലാസ്റ്റ് പോലീസ് വന്നിട്ട് പറഞ്ഞു അവരെ വിടാൻ പറഞ്ഞു. ഉമ്മാർ ഭയങ്കര സീനാണ് ഉമ്മാരിത് പറഞ്ഞാലും ഉമ്മാർ പുറയുന്ന പോലെയാണ് പറ്റിക്കാൻ വേണ്ടി ഇറങ്ങാന്മാർ. ആഹാ, ഈ തണുപ്പത്ത് ബൈക്കിൽ പോകാൻ നല്ല രസമായിരിക്കും. ഈ മരം വല്ല തട്ടിക്കൊണ്ട് പോവനെ. Hello, friend. Are you okay? Yes. Thank okay. you. You alright? Are you parked there? Where? That's your bike. Careful. Wait 10 minutes. 10 minutes. Okay, yeah, that's fine. ഇവരെന്തിനാ ഈ ലൈനൊക്കെ ഇങ്ങനെ മാറിപ്പോൾ? ഒരു ലൈനിൽ നിൽക്കടാ.
ഞാനിപ്പോൾ സേഫായിട്ട് ഇതേ റൂമിലെത്തിയിട്ടുണ്ട്. ഈ റൂമിലെത്തി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് നമുക്ക് ഞാൻ ട്രാവൽ അഡാപ്റ്റർ എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ഫോണും അതൊക്കെ ചാർജ് ചെയ്യണമെന്ന് എനിക്ക് ട്രാവൽ അഡാപ്റ്റർ വേണമല്ലോ. അപ്പോൾ ഇത് ഇവിടെ ഹോട്ടലിലുള്ളവർ പറയാം, ഇവിടെ നമുക്ക് 24 hours ഇവിടെ ഡെലിവറി ചെയ്യും ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളും എല്ലാം. അതിനൊരു ആപ്പുണ്ട്, എന്താ ബ്ലിങ്കിറ്റ് എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ ആദ്യമായിട്ട് എടുക്കണം ബ്ലിങ്കിറ്റ്. ഇതിനകത്ത് ഞാൻ കാട്ടിനകത്ത് അടിച്ചിട്ടു 15 മിനിറ്റ് കൊണ്ട് സംഭവം ഒറിജിനലാട്ടോ. ഇത് 16 മിനിറ്റ് കൊണ്ട് വരുന്നു. സാധനം കിട്ടിയിട്ടുണ്ട്. ഇന്ത്യ ലാസ്റ്റ് മിനിറ്റ്. സാധനം കിട്ടി. ഗുഡ് മോർണിംഗ്. ഇപ്പം ഡൽഹിയിൽ ഒരു 1 day ടൂറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ പോസ്റ്റാണ് വരുന്നത്. ഞാനെന്തായാലും ഒരു ടാക്സിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ ബസ് പോകും. ബസ് ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അവനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഡിലേ ആവുന്നു. അവൻ അതിനിടയ്ക്ക് പുര കത്തുമ്പോഴാണ് വാഴ ഓട്ടണത്. അവൻ അതിനിടയ്ക്ക് ഇപ്പോൾ അവന് ഗ്യാസ് അടിക്കണം, പോപ്പ് അടിക്കണം. അവൻ സംസാരിച്ച് ഡീലാക്കിയെന്ന് പറഞ്ഞേ. ബസ് പോയില്ലായിരിക്കും. ഗ്യാസ് അടിക്കണ കാരണം പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. അമ്മയൊക്കെ നോക്കുന്നുണ്ടല്ലോ, പേടിപ്പിക്കുവാണോ? Me, wife, daughter and son. पत्नी बच्चा पत्नी बिटिया बेटा बढ़िया और मैं बेटा और मैं. അവൻ ഇന്നിപ്പോൾ എവിടെയും കൊണ്ട് ഇടിച്ചും കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ ചോദിക്കാൻ മറത്താണോ? ഏയ് ബ്രോ, വാട്ട്സ്ആപ്പ് മാൻ. 9:40 അളിയാ ഇവിടെ സമയം. നീ എണീറ്റില്ല ഇതുവരെ. എന്നെ ഒരുത്ത തട്ടിക്കൊണ്ട് പോളിയാ. എടാ എന്നെ ഒരുത്ത തട്ടിക്കൊണ്ട് പോവാ. അത് തൊട്ടില്ലേ ക്യാമറ ഓൺ ചെയ്ത് ഞാൻ വെച്ചേക്കണേ. എടാ എപ്പോഴാ ഇങ്ങനെയാ എന്നിട്ട്? ഓടാ എണീറ്റ് സെറ്റായി പുറത്തേക്ക് ഇറങ്ങി. ഞാൻ ഫുള്ള് ഡൽഹി ഒന്ന് ഇറങ്ങാൻ ഇറങ്ങിയേക്കുവാ. ഞാൻ ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നടാ, ഒരു 1 day ട്രിപ്പ്. അതാകുമ്പോൾ റൂമിലിരിക്കണല്ലോ. ഈ സൈഡ് ഒന്ന് പുറത്തേക്കൂടെയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് ഞാൻ വീണ്ടും എവിടെയെങ്കിലും റൂം എടുക്കുന്നു. നാളെ 10 മണിയാകുമ്പോൾ ഇവിടുന്ന് കയറുകളിയാ. ഒരു 2 മണിയാകുമ്പോൾ ഫ്ലൈറ്റ്, 4 മണിയാകുമ്പോൾ ഞാൻ കാത്മണ്ഡു വരും. കുറച്ച് ലേറ്റ് ആയി, എന്നാലും ബസ് കിട്ടി. മാറി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് റഷായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും അവന് ഫോൺ പേ വർക്ക് ചെയ്യുന്നില്ല. വിട്ടിട്ട് പോകേണ്ടി വന്നു. दूसरी चीज है, अगर 2, 4, 5 मिनट आपका लेट होता है तो उतना हम वेट करेंगे. अगर उससे ज्यादा अगर लेट करते हैं तो फिर सेम प्लेस पर गाड़ी आपको वहीं पर छोड़ करके अगले प्लेस पर चली जाएगी. ഇവിടെ ഫോണും എല്ലാം ഒന്നും അലൗഡ് അല്ല, ക്യാമറ ഇതിനകത്തേക്കാണ്. എന്തിനാ സാബ് आपका नाम? आई एम सलमान भाई. सुनील. महबूब भाई. सुफियान. ऑलराइट my friends. और राइट में है वायु भवन एयर हेडक्वार्टर, लेफ्ट में उद्योग भवन कपड़ा मंत्रालय. 4 बिल्डिंग है, चारों कॉर्नर्स पे बनी हुई है. अभी आपसे छोटी सी रिक्वेस्ट ये रहेगी कि जब हम लोग ग्राउंड में उतरेंगे वहाँ पर सभी लोग मेरे साथ में आएंगे. ഞാനിപ്പോൾ രാഷ്ട്രപതി ഭവനിലെത്തിയിട്ടുണ്ട്. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. टाइम लग गया उतरने में आपको? और नाम है उतरे कुछ और नाम से. आपके राइट में जो बिल्डिंग दिख रहे हैं पूरा कॉम्प्लेक्स है, इसको बोलते हैं राष्ट्रपति भवन. साइड में जो ट्रैफिक सिग्नल देख रहे हैं इसको बोलते हैं विजय चौक राजपथ. അങ്ങോട്ട് പോവാ നമുക്ക് പോവാ. അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ. ഡൽഹി തിരിച്ച് വീട്ടിൽ പോകണം വഴി. അതാണ് പഴയ പാർലമെന്റ് അല്ലേ? അതിന്റെ പുതിയത് അതിന്റെ അടുത്ത് തന്നെ വന്നിട്ട് തൊട്ടടുത്ത് തന്നെ. അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മള്. ഇല്ല, നമ്മളതാണ് വന്ന വഴി കാണിച്ചത്. കാണിച്ചു തന്നല്ലേ? ആ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വീട്ടില് അല്ലല്ല, ഞാൻ UK നിന്നാണ് വന്നത്. എന്റെ ഫ്ലൈറ്റ് മിസ്സായി ബഹാറിലെ. ദെൻ അവര് പുതിയ ഫ്ലൈറ്റ് ഇന്നലെയായിരുന്നു തന്നത്. അപ്പത്തേക്ക് എന്റെ നേപ്പാളിലേക്കുള്ള ഫ്ലൈറ്റ് ഇവിടുന്ന് മിസ്സായി. ഇവിടുന്ന് നാളെയാണ് ഫ്ലൈറ്റ്. നാളെ ഫ്ലൈറ്റ് എടുത്ത് പോയി 18-ാം തീയതി തിരിച്ച് ഡൽഹി വന്ന് ഡൽഹിയിൽ നിന്ന് പിന്നെ നേരെ തിരിച്ചു പോവാ. വീട്ടിൽ പറഞ്ഞിട്ടില്ല വന്ന കാര്യം. അവർക്കറിയത്തില്ല. ഇപ്പം ഫോം വിളിച്ചപ്പോൾ ഇവിടെ ഹിന്ദി സംസാരിക്കണ്ടപ്പോൾ ചോദിച്ചു. നമ്മുടെ ഗൈഡ് വലിയ കാര്യമായിട്ട് എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോറി, you can take it off this if you want. താങ്ക് യു. ചുമ്മാ ഒന്ന് കുത്തിയിട്ട് പൈസ തരാണ്. അവരെന്താ എന്താ പേറ്റ് മാത്രം കുത്തിയത്? എന്നിട്ട് ക്യാഷ് മേടിച്ചോ? ഇല്ല, അല്ല എന്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞു. നമ്മൾ അവിടെ തന്നെയാ ജീവിക്കുന്നത്. എവിടെ ചെന്നാലും മലയാളികളുള്ള പോലെ ഇവിടെ വന്നപ്പോഴും ഒരു മലയാളി ചേച്ചിയെ കണ്ടുമുട്ടി. ചേച്ചിക്ക് അത്യാവശ്യം ഹിസ്റ്ററി ഒക്കെ അറിയാം കേട്ടോ.
ആ വഴിയാണെന്നുണ്ടാവുന്നത്. ഈ വഴിയാ അല്ല? ഓക്കെ അവര് നമ്മളെ കണ്ട് പോവില്ലായിരിക്കും. അങ്ങനെയൊക്കെ പോവുമല്ലോ. അല്ല പോയാലും ഞാൻ അമ്മയോട് പറഞ്ഞതാ, വീട്ടിൽ പോകുന്ന വഴി എന്താണെങ്കിലും എനിക്കറിയാം. അത് വേണം, പക്ഷെ എൻ്റെ ബാഗൊക്കെ ഇല്ലാത്ത അത് വേറെ ഒന്നുമില്ല. അണ്ടർപാസ് അല്ലേ? ഇന്ത്യ ഗേറ്റിലേക്കാൾ അണ്ടർപാസ് ആണ്. പട്ടാളക്കാർക്ക് ഉള്ള ട്രിബ്യൂട്ട് ആയിട്ടാണ് അവരിത് പണിത്. ഓക്കെ. അപ്പോൾ നമ്മളുടെ ആർമിയുടെ നമ്മുടെ ഇന്ത്യയുടെ വാർത്തകൾ വന്നത് പാകിസ്ഥാനിൽ ഇതിനകത്ത് അവരുടെ പേരിനകത്ത് തന്നെ എഴുതി വെച്ചു. ഞാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഡൽഹി നേരത്തെ, പക്ഷെ ഞങ്ങൾ ഇത്ര ഒന്നും വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അടുത്ത സ്ഥലം ഇന്ദിരാഗാന്ധി ഭവനിലെത്തിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഭവൻ ഇന്ദിരാഗാന്ധി ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ന്യൂഡൽഹി. പുള്ളിക്കാരി ഉപയോഗിച്ചിരുന്ന ബാഗാട്ടോ അത്. ചെരുപ്പൊക്കെ കണ്ടിട്ട് പുതിയ ക്ലീനിങ് ആയിട്ടായിരുന്നു. ഷോളാണോ? സാരിയല്ലേ? ഒടുവിൽ ഞാനിവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയം പറയാം. ഓക്കെ, രാഷ്ട്രീയമാവാം കുറച്ച്. കൊള്ളാം. കിണ്ടിയിൽ കൈ എഴുതാം. കിണ്ടി അല്ല കേട്ടോ. നല്ല നാടൻ വൈബാണ് ഇവിടെ. മലയാളം പാട്ടൊക്കെ വെച്ചിട്ടുണ്ടോ? പക്ഷെ ഇവിടുത്തെ ജോലിക്കാരൊന്നും മലയാളികളല്ല, മലയാളിയുടെ ആയിരിക്കും മിക്കവാറും. കേട്ടോ, എനിക്ക് ഫുഡ് വന്നിട്ടുണ്ട്. ഇഡ്ഡലിയും സാമ്പാർ. ഭയങ്കര ചൂടാ, നല്ല ടേസ്റ്റിയാണ്, അടിപൊളി. നല്ല കിടിലൻ ചായയും കിട്ടി. ഈ ഹോട്ടൽ എവിടെയെന്ന് അറിയോ? നമ്മുടെ ITDCയുടെ നേരെ ഓപ്പോസിറ്റ്. നെറ്റ് ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ കുത്തബ് മിനാറിലെത്തിയിരിക്കുന്നു. ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. ഇതാണ് കുത്തബ് മിനാറിലേക്കുള്ള ക്യൂ. നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കുത്തബ് മിനാറിലേക്കാണ്. അങ്ങനെ കുത്തബ് മിനാറും കണ്ടു. അതിന്റെ 3 കാലഘട്ടത്തിലോ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഇതാണ് പൃഥ്വിരാജ് ചൗഹാൻ. അയാൾ സ്റ്റാർട്ട് ചെയ്തത് പുള്ളി ടോപ്പ് വരെ പണിതുണ്ടോ? ഇല്ല, ഫസ്റ്റത്തെ ഫ്ലോർ നില. ഇത്രേ ഫസ്റ്റത്തെ നില. അയാളുടെ പെങ്ങൾക്കും ഭാര്യയ്ക്കും അമ്മയ്ക്കും യമുന നദി കാണുന്നു ഡെയിലി. അതിന് വേണ്ടി പണ്ടത്തെ അവറാണത്. ഉള്ളു കയറാൻ പറ്റുമായിരുന്നു. പിന്നെ നമുക്ക് പബ്ലിക്കിന് ആദ്യം അലോട്ട്, പിന്നെ ഇവര് അലോവ് ചെയ്യുന്ന നിർത്തി. പിന്നെ രണ്ടാമത് ഓപ്പൺ ചെയ്തപ്പോ ആൾക്കാർ ഇത് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മരിച്ചിട്ടുണ്ട് ഇവിടെ. അങ്ങനെ സൂയിസൈഡ് പോയിന്റ് എന്ന് പറഞ്ഞ് ഫേമസ് ആയപ്പോ ഗവൺമെന്റ് ഇത് പെർമനന്റ് ആയിട്ടും ക്ലോസ് ചെയ്തു. ഇതൊക്കെ അതിന്റെ ഒക്കെ ഏതെങ്കിലും ഒക്കെ പാർട്ടായിരുന്നായിരിക്കും അല്ലേ? നടുക്കിക്കണ അയൺ പില്ലർ കണ്ടോ? ആ അയൺ പില്ലർ അശോകര കാലത്ത് സ്ഥാപിച്ച അയൺ പില്ലറാണ്. ഈ അയൺ പില്ലറിന് ഒരു പ്രത്യേകതയുണ്ട്. അയൺ പില്ലർ കുടിക്കില്ല, മെൽറ്റ് ആവില്ല. ഇത് എന്ത് വെച്ച് ഉണ്ടാക്കിയിരിക്കണമെന്ന് ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടില്ല. ഇതന്നെ മണ്ണായിരിക്കും ഇത്. കല്ല ഇതൊക്കെ ഒന്ന് കാണാറുണ്ട്. അതായിരിക്കും ആ മോസ്കിന്റെ മെയിൻ പാർട്ട്. ഫ്ലെക്സിറ്റ് എന്തെങ്കിലും ഈ ഷെയ്ഡ് വെച്ചിട്ട് സമയം കണ്ടുപിടിക്കുന്ന പരിപാടിയാണ്. അന്ന് അടുക്കുള്ളത്. ഓ, ഷെയ്ഡ് വെച്ചിട്ടോ? അവിടെ ഷെയ്ഡ് വരുമോ? ഓക്കെ, എന്നിട്ട് സമയം കണ്ടുപിടിക്കുവോ? ഇതിനകത്ത് എവിടെ ഷെയ്ഡ് വരും? ഓക്കെ, ഇവിടെ എന്തൊക്കെയോ ഇത് ടെമ്പിൾ അല്ലേ? ഇപ്പൊ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാത്തിനും സ്പേസ് ഉണ്ട്. ഇതിന്റെ ചരിത്രം എന്താണാവോ? അതറിയാവോ? ആണല്ലേ? ഓൾഡ് കൺസ്ട്രക്ഷൻ ഒന്നുമല്ല. താമര, ഈ താമരയും BJP ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അതുമായിട്ടൊരു ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് എന്താ ഇത്? ഓറഞ്ച് ആണോ? ഇത് ഓറഞ്ച് ഇത്രയും ചെറുതായിട്ടാണ് ആണല്ലേ? ഓക്കെ.
ഇതിന്റെ ഉള്ളിൽ എന്താണോ ഉമ്മായി വെറുതെ പൈസ കൊടുത്ത് കൊണ്ടിട്ടേക്കോട്ടോ. ഇതിനുള്ളിൽ എന്താണ്? ഒന്നുമില്ല. മെഡിറ്റേഷൻ പ്രയർ ഹോള്. ഈ ആർക്കിടെക്ചർ ആണ് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത്. ഇത് എന്തെങ്കിലും ഇത്ര പണിതിട്ടേക്കാണ് ഒരു കാര്യമില്ല അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് എന്താ ഒരു അർത്ഥമുണ്ട് ഈ പണിതിന് അല്ലേ? ആൾക്കാർ കാണാൻ വരുന്നുണ്ടല്ലോ. ആ കാണാൻ വരുന്നത് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുത്തു അല്ലേ? അത് ശരിയാണ്. റെഡ് ഫോർട്ട് എത്തിയപ്പോഴത്തേക്കും ഇരുട്ടായി. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ നൈറ്റ് കാണാൻ. നല്ല ഭംഗിയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു മതിലാണ്. ഓക്കെ. ഇതിന് ലിമിറ്റഡ് ആയിട്ടുള്ള എൻട്രി ഗേറ്റ്സേ കാണുള്ളൂ. ഓക്കെ. ഈ എൻട്രി ഗേറ്റ്സ് എല്ലാം ഒരു പാലം പോലെ എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും മെയിൻ ലാൻഡ് ആയിട്ട്. ഇതാണല്ലോ മെയിൻ ലാൻഡ്. ഇത് ട്രെൻഡ്. മെയിൻ ലാൻഡ് ആയിട്ട് കണ്ടെയ്നർ ഒരു ബ്രിഡ്ജ് എന്തെങ്കിലും കാണും. ഈ യുദ്ധം വരുന്ന സമയത്തില്ലേ, ശത്രുക്കൾ വരുന്ന സമയത്ത് ഇവർ ഈ പാലം അങ്ങോട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ ആർക്കും അകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ ഫുള്ള് വെള്ളം നിറച്ചിടും. അപ്പൊ എന്താ പറ്റുകയെന്ന് വെച്ചാൽ വെള്ളം നിറച്ചിടുമ്പോ അവര് മുന്നിച്ചാവില്ലേ ചെയ്യുള്ളൂ. അപ്പൊ അതൊരു പ്രൊട്ടക്ഷൻ. ഇതാണ് അവർക്ക് അതിന് വെള്ളം ക്യാരി ചെയ്യാനുള്ള സോഴ്സ് ഒക്കെ കാണും. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്കിലോ ഇതിന്റെ ഏരിയയിലൊക്കെ വെള്ളം മറ്റേ പുഴ യമുന നദി ഏത് കൂടെ പോകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ വിസിനിറ്റിയിൽ കാണും. അതിന്റെ എന്തെങ്കിലും ഒരു സോഴ്സ് ഉണ്ടാവും, വാട്ടർ സോഴ്സ് ഉണ്ടാവും. ഈ മെട്രോ കയറുന്നതോടുകൂടി എൻ്റെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. ഡൽഹിയോടും വിടാം. ഇനി അടുത്ത പോസ്റ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് അടുത്ത സ്ഥലങ്ങൾ സന്ദർശിക്കാം. See you on next video.